എന്തിനാ കരയുന്നേ? മീൻ അടുത്ത് വന്നോണ്ട് ജാടയാണോ? ജാടയാണോ? എവിടെ ഉള്ള ഇപ്പൊ നമ്മള് കാണാൻ വന്ന. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ശംഭുചേട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ വന്ന ടൈമിൽ നമ്മൾ കറങ്ങാൻ പോയൊരു വീഡിയോ ആണ്. ഹലോ ഗായ്സ്, എല്ലാവരും ഒരു ടൈ കാണിച്ചു, ഹായ് കാണിച്ചു, ഹായ് കാണിച്ചു. ഏതൂട്ടനെന്തേ ആ വണ്ടിയില്ല. ആദ്യ കുട്ട ഒരു ഹായ് കാണിച്ചേ. ഹലോ, ഒരു ഹായ് കാണിക്കണം. ജാടയാണോ? ജാടയാണോ? അപ്പൊ കണ്ണനും ശബരി ചേട്ടനും മാരുതി ചേച്ചിയും അമ്മയും വേദൂട്ടനും ഞാനും ശമുചേട്ടനും ആദ്യക്കുട്ടി എല്ലാരും കൂടെ ഇപ്പൊ നിൽക്കുന്നത് ദിൽമുനിയ മാളിലാണ്. ഏറ്റവും താഴത്തെ ഫ്ലോറിൽ നിന്നുള്ള അക്വേറിയത്തിന്റെ വ്യൂ ആണ് കേട്ടോ ഇത്. അവിടെ ടോപ്പിൽ നമുക്ക് നല്ല സ്റ്റാർ പോലൊക്കെ തോന്നുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. അപ്പം നമ്മൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ കയറി. അപ്പം അവിടെ നിന്ന് ഫുള്ളായിട്ട് അക്വേറിയത്തിന്റെ വ്യൂ കാണാൻ പറ്റും. കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തിൽ. അപ്പം നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യക്കുട്ടിയും വേദൂട്ടനെ എല്ലാവരെയും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. ആദ്യക്കുട്ടി ഹലോ, ഒരുപാട് ഫാമിലീസും കിഡ്സും ഫ്രണ്ട്സും ഒക്കെ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ആദ്യക്കുട്ടി ആദ്യം ഭയങ്കര സന്തോഷത്തോടൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിന്നു. പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. ആദ്യക്കുട്ടി മീനെ അടുത്ത് വന്ന് പേടിച്ച്. ആദ്യക്കുട്ടി എന്തിനാ കരയുന്നേ? മീൻ അടുത്ത് വന്നോണ്ട് കരങ്ങാണോ? പേടിച്ച് കരങ്ങ ആദ്യക്കുട്ടി. ആദ്യക്കുട്ടി ഇവിടെ ഭയങ്കര കരച്ചിലാട്ടോ. കുറേ നേരം മീൻ്റെ അടുത്ത് തന്നെ നിർത്തി കഴിഞ്ഞപ്പോൾ ആദ്യക്കുട്ടിയുടെ കരച്ചിലും പേടിയൊക്കെ മാറി. പിന്നെ അവൾ സെറ്റായി. പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോയി. ഇത് ഫുള്ള് ഗെയിമിൻ്റെ സെക്ഷനാക്കി. കിഡ്സിനൊക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണിത്. ഈ സെക്ഷന് വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി നാഷണൽ ഡേയുടെ അവധി ഹോളിഡേയ്സ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. വേദു എന്തൊടുക്കോ? ഇതാണ് അവിടുത്തെ ഐസ് സ്കേറ്റിംഗ് സെക്ഷൻ. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ സ്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവിടെ ട്രെയിനറും ഉണ്ട്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ഇവിടെ നല്ല ഐസ് സ്കേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ മുകളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ടിറങ്ങി. ഇത് ഏറ്റവും താഴെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ ഡ്രോയിങ്സും അതൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഹലോ ആദ്യക്കുട്ട, ടാറ്റാ ടാറ്റാ. ടാറ്റാ ടാറ്റാ.
ഇതാണ് ഞാൻ പറഞ്ഞ പെയിൻറ്റിങ്സ് ഒക്കെ ഒരുപാട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ തന്നെ ഡ്രസ്സുകളൊക്കെ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചപ്പൽസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ കച്ചവടക്കാരുണ്ട്. അതിൻ്റെ എൻഡിലായിട്ട് ബഹ്റിൻ എന്നുള്ള ഒരു സംഭവം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് കൂടാതെ അവിടെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി ഫോട്ടോ ആണെങ്കിലും സിംഗിൾ ആണെങ്കിലും ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ടെയ്ലോ സ്റ്റുഡിയോയുടെ ഒരു പ്രമോഷൻ ആയിരുന്നു സംഭവം. അപ്പം നമുക്ക് ഫ്രെയിമായിട്ട് ചെയ്ത് തരണമെങ്കിൽ 1 വീഡിയോ കൊടുത്താൽ മതിയായിരുന്നു. നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ട്രെയിനും അതും ഇതുമൊക്കെ അതുവഴി പോകുന്നുണ്ടായിരുന്നു കിഡ്സിനെയും കൊണ്ട്. അപ്പം നമ്മളവിടെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഐസ് വില്ലേജ് ബോബ കഫേയുടെ, നമ്മളിതിന് മുന്നേ ഇവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവർ നാഷണൽ ഡേ പ്രമാണിച്ച് മുകളിലൊരു സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്രീം റോൾസ് ആണ് അവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ ശബരിശേനും ചേച്ചിയൊന്നും ഇത് കഴിച്ചിട്ടില്ല. അപ്പം ഫസ്റ്റ് ടൈമാണ്. അപ്പം നമ്മൾ എന്താണെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം റോള് നമ്മളന്ന് കഴിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലോട്ടസ് ആയിരുന്നു. അപ്പോൾ ലോട്ടസിൻ്റെ തന്നെ ഒരു ഐസ്ക്രീം റോൾസ് പറഞ്ഞു. അപ്പോൾ അവരത് അവിടെ നമുക്ക് ലൈവായിട്ട് നമ്മളെ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. അപ്പം അവരെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് മാഷ്മെല്ലോസൊക്കെ വെച്ച് ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് അവർ തന്നത്. വാങ്ങിച്ചോ എങ്ങനെയുണ്ട് വേദുകുട്ട? അല്ല ഇതിനകത്ത് ഷുഗറിന്റെ ഒന്നും മാഷ്മെല്ലോ കഴിക്കണ്ട. ടേസ്റ്റ് ഉണ്ടോ? വലിയ മധുരമൊന്നുമില്ല. കണ്ണ് അടിപൊളി. എങ്ങനെയുണ്ട് മോനെ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തായ്മാട്ടിൽ പോയപ്പോൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. പിന്നെ നമ്മൾ പോയത് വാട്ടർ ഗാർഡനിലോട്ടാണ്. അവിടെ കുറേ ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ ഓരോ ചെടികളുടെയും പേരും അതുപോലെ അതിൻ്റെ സയൻറ്റിഫിക് നെയിമും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബോർഡിനകത്തിൽ. അപ്പം മാംഗോയുടെ കണ്ടപ്പോൾ നമ്മളവിടെ മാംഗോയുടെ മരം കണ്ടില്ല, മാവ് മാത്രം അവിടെ കണ്ടില്ല. അതപ്പം പറയുമായിരുന്നു നമ്മൾ. അവിടുന്ന് കുറേ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കിനും 2 സൈഡിലായിട്ട് പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ താറാവാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. താറാവിനെ പോലത്തെ എന്തോ ഇതുണ്ടായിരുന്നു അതിനകത്തിൽ. അപ്പം നടുക്കായിട്ടൊരു അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മരവും അതിൻ്റെ താഴെ മണ്ണും കല്ലും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നീന്തുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ആൾക്കാർ ഇതിന് ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്, റൊട്ടിയൊക്കെ. അപ്പോൾ കുറേ താറാവുകൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ പേര് വെള്ളത്തിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ആ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ പോയിരിക്കുന്നുണ്ട്. അപ്പം കുറേ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളൊരാളെ കണ്ടത്. ഇത്രയും സാധനങ്ങളുടെ ഇടയിൽ ഒരു കുഞ്ഞ് സാധനം, നമുക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കുളത്തിലൊക്കെയുള്ള കുളക്കോഴിയില്ലേ, അതുപോലത്തെ ഒരു സാധനം. അപ്പോൾ അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ മുങ്ങി പൊങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കുഞ്ഞ് മീനുകൾ അതിനകത്തിലുണ്ടായിരുന്നു. കുഞ്ഞു മീനോ അത്യാവശ്യം അടുത്തരം വലുപ്പമുള്ള മീനുകൾ അതിനകത്തിലുണ്ടായിരുന്നു. അപ്പം ക്യാമറയിൽ കൂടി അതിനെ എത്രത്തോളം കാണാൻ പറ്റും എന്ന് ഉറപ്പില്ല. പിന്നെ നമ്മൾ പോയത് ബുസൈറ്റീനിലോട്ടാണ്. അപ്പോൾ അവിടെ കുറേ ഹോഴ്സ് റൈഡും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആദികുട്ടാ ആദികുട്ടാ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബഹ്റിനിലെ തന്നെ വൺ ഓഫ് ദി വൃശ്ചികം നടക്കുന്ന ഏരിയയിലാണ്. പറഞ്ഞു കൊടുക്കുന്നത്
അപ്പോൾ നമ്മളൊരു സംഭവത്തിനെ കണ്ടു, കുഞ്ഞി കുതിര. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇതിൻ്റെ വീഡിയോ ശമ്പുചാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ബഹ്റൈൻ നാഷണൽ ഡേയുടെ. അപ്പോൾ ആ കുഞ്ഞി കുതിര ഇപ്രാവശ്യം സൈറ്റീനിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ ഞങ്ങൾ കണ്ട് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ അവിടെ ഒരു സെക്ഷനിൽ നമുക്കിങ്ങനെ വണ്ടി തരും, 1 ബീഡിക്ക് 10 മിനിറ്റ് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കുറേ കുട്ടികളിങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഭയങ്കര മത്സരം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ. നമ്മളെ മത്സരമൊക്കെ കൊണ്ട് കുറേ നേരം അവിടെ നിന്നു, റേസിംഗ് ഒക്കെ കണ്ടിട്ട് നല്ല രസമായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം പോകുന്ന അറിയത്തേ ഇല്ലായിരുന്നു. അവർ ഭയങ്കര വാശിയോടെ മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ആദ്യ കുട്ടി ഇവിടെ വന്നിട്ട് ഭയങ്കര അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബുസൈദീൻ ഫുഡ് ട്രക്കിൻ്റെ ഏരിയയിലോട്ട് വന്നതാണ്. ഇത് നൈസ് ഒരു ആംബിയൻസ് ആണ്. ഭയങ്കരമായിട്ട് വണ്ടികൾ ഇന്നുകൊണ്ട് ഇങ്ങനെ നടന്ന് കണ്ടോണ്ടിരിക്കുക. ഇതെല്ലാം ഇവിടെ എല്ലാം കിഡ്സിൻ്റെ സെക്ഷനുകളാണ്. അവിടെ എല്ലാം നടന്നാണ് കാണുന്നത്. ഇതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ളത് അതും എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. അതൊക്കെ പിള്ളേരൊക്കെ പറത്തിയാണ് വരുന്നത്. പിള്ളേരുടെയൊക്കെ സ്പീഡ് കാണാണ്. അവിടെ ഒരു അച്ഛനും മോനും അവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പെൺപിള്ളേർ ആൺപിള്ളേരൊക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.